എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടേ നന്ദ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഗൗതമിനോട് അധികം സംസാരിക്കുകയും ചെയ്തില്ല. അപ്പൊ പിങ്കിയുമായിട്ടുള്ള പ്രശ്നം അത് നന്ദയുടെ മനസ്സിൽ കിടക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ഭയങ്കര ചുമ. നന്ദയ്ക്ക് മനസ്സിലായി നന്ദ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണല്ലോ, ഇത് ഒരു പനിക്കോളാണല്ലോ, അപ്പം മരുന്ന് കൊടുക്കണം. ഇങ്ങനെ നന്ദ കൊണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം ഗൗതം മരുന്നൊന്നും വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവസാനം നന്ദ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗൗതം മരുന്നൊക്കെ മെഡിസിൻ മേടിച്ച് കഴിക്കുകയാണ്. അമ്മയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചേ. പിന്നീട് പറഞ്ഞു വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണം. പക്ഷെ ഗൗതം കൂട്ടാക്കിയില്ല. എന്നോടുള്ള ദേഷ്യം എന്തിനാ സ്വന്തം ശരീരത്തോട് തീർക്കുന്നത്? പനി എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടപ്പിലായപ്പോ അതിനേക്കാളും ഭേദം ആദ്യം തുടക്കത്തിൽ തന്നെ പോയി ചികിത്സിക്കുന്നല്ലേന്ന് ചോദിക്കാം. എനിക്ക് പനി വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നന്ദയ്ക്ക് എന്താ കുഴപ്പം? എനിക്കല്ല പ്രശ്നം നിൽക്കും. ഓ അങ്ങനെയാണോ? അല്ലെങ്കിലും എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും നന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എന്നെ കുറച്ചെങ്കിലും ഒന്ന് വിശ്വസിക്കില്ലെന്ന് ചോദിക്കാം. അല്ല ഞാൻ എങ്ങനെ ഗൗതം സാറിനെ വിശ്വസിക്കണ്ടേ? നന്ദ എന്താ ഇന്നലെ ആ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട കാര്യം എന്താ? ഞാൻ പിങ്കിനെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുന്നതല്ലേ കണ്ടത്. പക്ഷെ ഞാനും അവളും തമ്മിൽ എന്താ സംസാരിച്ചെന്നറിയോ? പിങ്കി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പക്ഷെങ്കിൽ നന്ദയ്ക്കതൊന്നും അറിയണ്ട. നന്ദ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു രംഗം കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് മുഖം വീർപ്പിച്ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള പറഞ്ഞില്ലേ? മുമ്പായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാ അർത്ഥത്തിലും ഞാൻ നിന്റെ ഭർത്താവ് തന്നെയാ. പിങ്കി എന്റെ അനുജന്റെ ഭാര്യ. ഇപ്പൊ ഞാൻ അവളെ അങ്ങനെ കാണുന്നേ. ഇനി എനിക്ക് ഇത് കൂടുതൽ എനിക്ക് മനസ്സ് തുറന്ന് കാണിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറയാം. നന്ദ പറഞ്ഞു ഒരു പരിധി വരെയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അർജുൻ വന്നതിന് ശേഷം ഇങ്ങനെ കാണുന്ന കണ്ടാൽ ഞാനെന്നല്ല ഏതൊരു പെണ്ണിനോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അർജുന്റെ മനസ്സ് വേദനിക്കരുതെന്ന് ഗൗതം സാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ടാവും. നന്ദ അനുജന്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് സമ്മതിച്ചു. പക്ഷേങ്കിൽ നിങ്ങളുടെ മുൻ കാമുകിയും കൂടെ ആയിരുന്നു. ആ ഒരു ചിന്ത വേണം. ഏതൊരു പെണ്ണാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുള്ളൂ. ഞാനായതുകൊണ്ട് ഇത്രയല്ലേ. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇവിടുന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയെന്ന് പറയാം. കേട്ടൻ ഗൗതം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ അവസ്ഥ. പക്ഷെങ്കിൽ നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ. ഇതെങ്ങനെ ഒരു വിധത്തിൽ അവർ തമ്മിൽ പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് സോൾവ് ആണ്. പിന്നീട് ഗൗതത്തിനോട് അതെ ഇനി ഇങ്ങനെ നിൽക്കരുത്, വാ നമുക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ തുടങ്ങണം. അപ്പം ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ, എന്നാൽ ഞാൻ ഒരു ചുക്കാപ്പി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നന്ദ താഴേക്ക് ചെല്ലുവാണ്. അപ്പം ലക്ഷ്മിയമ്മ അടുക്കളയിലുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മയോട് പറഞ്ഞു അമ്മേ ഒരു ചുക്കാപ്പി വേണമെന്ന്. എന്ത് പറ്റി? അല്ല ഗൗതം സാറിന് എന്തോ ഒരു പനിക്കോളമുണ്ട്, ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ ഉണ്ടെന്ന് പറയാം. ആണോ? എന്റെ ദൈവമേ ഇനി അവൻ വല്ല മഴ എന്തോ നനഞ്ഞോ? അങ്ങനെയൊന്നും തോന്നില്ല. ഇപ്പോഴത്തെ പനിയല്ല വാൽപ്പനിയൊക്കെ ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കോഫി എടുത്തോണ്ട് വരാമെന്ന് പറയണം. വേണ്ട മോൾ അവിടെ ഇരുന്ന് ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് നന്ദയുടെ കയ്യിൽ കോഫി കൊടുക്കുകയാണ്. ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത്. അപ്പൊ പിങ്കി കണ്ടു ഇതൊക്കെ എടുക്കണത്. പെട്ടെന്ന് പിങ്കി ചോദിച്ച അല്ല ആർക്കാ ലക്ഷ്മി അമ്മ ഈ കോഫി എന്ന് ചോദിക്കണം. അതെ ഗൗതമാൻ എന്തോ ജലദോഷമോ പനിയോ അങ്ങനെ എന്താന്ന് പറഞ്ഞു. ഗൗതമിനോ? പെട്ടെന്ന് ആ പിങ്കിയിൽ ഒരു ഭാവവ്യത്യാസം നന്ദ ശ്രദ്ധിച്ചു. നന്ദ പക്ഷെ മൈൻഡ് ഒന്നും ചെയ്തില്ല. നേരെ എന്ത് ചെയ്യുവാണ്, നന്ദ കോഫിയും മേടിച്ചാണ് അങ്ങോട്ട് പോയി ഗൗതമിനും കൊണ്ട് കോഫിയൊക്കെ കൊടുത്തു. പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങി പോരുവാണ്. ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് ചെല്ലുന്നത്. പിങ്കി എന്നപ്പോ ഗൗതം കിടക്കുമായിരുന്നു. ചോദിച്ചു ഗൗതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗൗതം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിങ്കി എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല ഗൗതത്തിന് പനിയോ ജലദോഷം എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിനും വെച്ച് നീ ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമുണ്ടോ? അർജുൻ എങ്ങാനും ഇത് കണ്ടിട്ട് എന്ത് വിചാരിക്കും പിങ്കി? നിനക്ക് എന്നാ സാമാന്യ ബോധമില്ലെന്ന് ചോദിക്കുക. അതിനിപ്പോ ഞാൻ ഗൗതത്തിന് അസുഖം അറിഞ്ഞോണ്ടല്ലേ വന്നത്. അതിന് എന്തുമാത്രം എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കാം. നിനക്ക് ഇത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നീ അനാവശ്യമായിട്ട് ഈ മുറി കയറി വരേണ്ട ആവശ്യമില്ല, അതും നന്ദ ഇല്ലാത്ത സമയത്ത്. ഇനി ഇപ്പൊ ഇത് മതി. നന്ദയെങ്ങാനും കണ്ടിട്ട് അടുത്ത തെറ്റിദ്ധാരണയ്ക്ക് കാരണമെന്ന് ഗൗതത്തിന് നന്നായിട്ടറിയാം. നന്ദയ്ക്ക് മാത്രമല്ല അർജുനും ആ മനസ്സൊക്കെ മാറി വരുവാണ്. ഇനിയിപ്പൊ താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് കേട്ടപ്പം പിങ്കി പറഞ്ഞു ഓ അങ്ങനെയാണോ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്നെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ലോ. അതോർത്ത് ഗൗതം പേടിക്കണ്ട. ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഇനിയിപ്പോ അസുഖമാണല്ലോ എന്ന് ഓർത്തോണ്ട് ഒന്ന് സുഖവിവരം അന്വേഷിക്കാനായിട്ട് കയറി വന്ന കുറവുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗൗതത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്റെ ദൈവമേ ഇതിപ്പോ ഒഴിയാബാധയായല്ലോ. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അങ്ങനെ ഗൗതം രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുക. ഈ സമയം നന്ദ പറഞ്ഞു അതെ ഗൗതം സാറിന് വയ്യല്ലോ ഇന്ന് പോകണമെന്ന് ചോദിക്കണം. പോവാതിരിക്കാൻ പറ്റില്ല, ഒന്ന് രണ്ട് അർജന്റ് കേസുകളൊക്കെ ഉണ്ട്, റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ഗൗതം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. ഈ സമയം നന്ദയെ ഇറങ്ങുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് പോയി. ഈ സമയം അരുന്ധതി അങ്ങോട്ട് വന്നു. അരുന്ധതി വന്നപ്പം അർജുനും
പിങ്കിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അർജുനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. ഈ സമയത്ത് പിങ്കി പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണേ. ഈ സമയം അരുന്ധതി ചോദിച്ചു, അതെന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? അർജുൻ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അല്ല, ഞാൻ മമ്മീനെയും പപ്പാനെയും കണ്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ, അപ്പൊ അവരുടെ അടുത്തേക്ക് ഒന്ന് പോണെന്ന് ഉണ്ടെന്ന് പറയാം. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, അന്ന ഒരു കാര്യം ചെയ്യാം, അർജുൻ മോനെ കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കോ, നല്ല കാര്യമല്ലേ, അവൻ വന്നിട്ട് അവിടെ വീട്ടിൽ പോയില്ലല്ലോ, അവർക്കൊന്ന് കാണാലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് വല്ലാത്തൊരു വെപ്രാളം. അർജുനെ കൊണ്ട് പോയാൽ ശരിയാവത്തില്ല, തനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, സാന്ത്വനനെ ഒന്ന് കാണണം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നടത്തണമെങ്കിൽ അർജുൻ ഒരു തടസ്സമാവും. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അത് കുഴപ്പമില്ല എലുമായി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നോളാം. ഈ സമയം അർജുൻ പറഞ്ഞു, അല്ല ഞാൻ വന്ന എന്താ കുഴപ്പമെങ്കിൽ, എനിക്ക് അവരെ കാണുന്നില്ലേ, എത്ര കാലമായി ഞാൻ കണ്ടിട്ട് അവരെ, എനിക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കാം. പിങ്കി ആകെപ്പാടെ വെട്ടിലായിപ്പോയി, പോണോ വേണ്ടയോ അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നീട് പിങ്കി പറഞ്ഞു, എന്നാൽ ശരി, നാളെ നമുക്ക് പോകാമെന്ന് പറയാണ്. ഇതാ ലക്ഷ്മിയമ്മ പറഞ്ഞു, ശരിയാ, നാളെ പോയാൽ മതി, അർജുനെയും കൂടെ കൊണ്ടുപോ. അർജുനെ കണ്ടു കഴിയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അർജുൻ വന്നറിഞ്ഞെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ചെന്ന് പോലും ഇല്ലല്ലോ. അർജുനെയും പിങ്കിനെയും കൂടെ ഒരുമിച്ച് കണ്ടു കഴിയുമ്പോൾ, കാരണം ഇത്രയും കാലം കാത്തിരുന്നില്ലേ, പിങ്കിയുടെ അച്ഛനും ഭയങ്കര പ്രതീക്ഷയായിരുന്നു അർജുൻ തിരികെ വരണം, പിങ്കിക്ക് നല്ലൊരു ജീവിതം കിട്ടണം, ഒത്തിരി അധികം ആഗ്രഹിച്ച 2 വ്യക്തികളാണ് പിങ്കിയുടെ അച്ഛനും അമ്മയും. അപ്പൊ അവർക്ക് സന്തോഷമാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിങ്കി ഇതിനെല്ലാം ശേഷം മുറിയിലേക്ക് കയറി പോവാണ്. ഈ സമയത്ത് പവിത്ര മോഹിനിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് നല്ലൊരു സംശയമുണ്ട്. എന്താ? എപ്പോഴും അർജുനേട്ടനും പിങ്കി ചേച്ചിയും തമ്മിൽ അടുത്തോന്ന്, അതാ നിനക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, പിങ്കി ചേച്ചി അർജുനേട്ടന് സ്നേഹം കാണിക്കുന്നുണ്ടേലും എന്തോ അർജുനേട്ടനും പിങ്കി ചേച്ചി തമ്മിൽ എന്തോ ഒരു അകൽച്ചയുള്ള പോലെ എനിക്ക് തോന്നുമെന്ന് പറയാം. അതൊക്കെ നിനക്ക് വെറുതെ തോന്നാം, പെട്ടെന്ന് അങ്ങനെ അങ്ങ് അടുക്കാൻ പറ്റുമോ? ഇത്രയും കാലം കാണാതിരുന്നല്ലേ, അവർ തമ്മിൽ സ്നേഹിച്ചല്ലോ വിവാഹം കഴിച്ചേ, അതൊക്കെ ശരി തന്നെ. പക്ഷേങ്കിൽ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും പിങ്കി ചേച്ചിയുടെ മനസ്സ് ഗൗതമേട്ടനാണ് തന്നെ തോന്നണേന്ന് പറയാം. നീ ഇതിവിടെ ഇങ്ങനെ ചുമ്മാ കൊട്ടി ഘോഷിക്കരുത് കേട്ടോ. അർജുന്റെ ചെവിയിൽ എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിക്കും. പറഞ്ഞ കേട്ടല്ലോ, ഇനിയിപ്പോൾ അത് മതി. ആ മനസ്സ് വേദനിച്ച് ഇനിയിപ്പം അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടാന്ന് പറയാം. അങ്ങനെ പവിത്ര ഇനിയിപ്പം ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് പവിത്ര അങ്ങോട്ട് പോവാണ്. പിന്നീട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് അർജുൻ വരുവാണ്. അല്ല, അർജുനല്ല, സോറി, ഗൗതം വരുവാണ്. ഇടയ്ക്ക് പേര് മാറിപ്പോകുന്ന കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ പേരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ ഗൗതം വരുവാണ്. അപ്പൊ ഗൗതം വന്നു കഴിഞ്ഞപ്പോൾ നന്ദയോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഗൗതത്തിന് സ്ഥലം മാറ്റം കിട്ടിയെന്നുള്ളത്. അപ്പൊ ഗൗതത്തിന് നേരത്തെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ഥലം മാറ്റത്തെ കുറിച്ചൊക്കെ. പക്ഷെ ഗൗതം അത്ര ഇതായിട്ട് എടുത്തില്ല, കാരണം എപ്പോഴും ഒരിടത്ത് തന്നെ ഇരിക്കാനായിട്ട് സാധിക്കില്ലോ. അങ്ങനെ നന്ദി ഇതറിഞ്ഞതിന് ശേഷം പിന്നീട് വൈകുന്നേരം എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. ഗൗതം ഇവിടെ സ്ഥലം മാറി പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നീട് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പം പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിങ്കി പറഞ്ഞു, ആഹാ, അപ്പൊ ഇത് മനഃപൂർവ്വം നന്ദ ക്രിയേറ്റ് ചെയ്തായിരിക്കും, നന്ദയായിരിക്കും ഇപ്പൊ ഗൗതത്തിന് ട്രാൻസ്ഫർ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്ത നന്ദയായിരിക്കും ഇതിന്റെ പിന്നിലെ ബുദ്ധി. ഈ വീട്ടിൽ നിന്ന് ഗൗതത്തിനെ മാറ്റിക്കൊണ്ട് പോയിട്ട് നന്ദ ചെയ്ത പരിപാടിയായിരിക്കും അല്ലേ എന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, നീ എന്തൊക്കെ വർത്താനാ പിങ്കി പറയണേ, ഇത് ഗവൺമെന്റ് ജോലിയാ, നമുക്ക് എപ്പോഴും എങ്ങോട്ടാ ട്രാൻസ്ഫർ നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതൊക്കെ ഗൗതം വെറുതെ പറയുന്നില്ലേ, ഗൗതം അതിനെ അപ്ലൈ ചെയ്താൽ മാത്രമല്ലേ ട്രാൻസ്ഫർ കിട്ടത്തുള്ളൂ എന്ന് പറയാം. ഈ സമയം മോഹിനി പറഞ്ഞു, ശരിയാ, ചില പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ എല്ലാം പുറയുന്ന ഒപ്പിച്ചു കൊടുത്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ നിൽക്കും. വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഭർത്താവിന് എങ്ങോട്ടല്ല അവരുടെ സ്വന്തം കൂട്ടിലേക്ക് എങ്ങോട്ടല്ല അവർക്ക് സ്വസ്ഥതയോടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പറിച്ചു നടും എന്ന് പറഞ്ഞാലേ ഇതപ്പം ഇത് മിക്കവാറും നന്ദയുടെ പരിപാടിയായിരിക്കും. നന്ദയായിരിക്കും ഇതുപോലത്തെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഗൗതത്തിനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം, അവർക്ക് സ്വസ്ഥതയോടെ ജീവിക്കണം, ഈ കൂട്ടുകുടുംബത്തിൽ താമസിക്കാനായിട്ട് ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ഗൗതത്തിന് ദേഷ്യം വന്നു. നിങ്ങൾ എന്തൊക്കെ വർത്താനമായി പറയണേ, നന്ദയ്ക്ക് അറിയത്തും കൂടി ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗൗതം തന്നെയാണ് അങ്ങനെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തത്. കാരണം ഗൗതത്തിന് മനസ്സിലായി, ഇനി ഇവിടെ താൻ നിന്നിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതത്തിൽ താനൊരു കരടായിട്ട് മാറും. അതിനേക്കാളും താൻ ഇവിടുന്ന് മാറി നിൽക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഗൗതം അതിനെ അപ്ലൈ ചെയ്ത പോലും. പക്ഷെ നന്ദ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇന്ത്യവരത്തിൽ ഈ കഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ പ്രശ്നമായി. അരുന്ധതി വലിയ പ്രശ്നം ഉണ്ടാക്കി. അതെ, അങ്ങനെ ഇന്ത്യവരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണ്ടി കാര്യം ചെയ്യട്ടെ, ഗൗതം തന്നെ പോട്ടെ, നന്ദ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാം. നന്ദനെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, നന്ദ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാം. പിങ്കിക്ക് അതിനോടായിരുന്നു താല്പര്യം. കാരണം ഒരിക്കലും ഗൗതത്തിന്റെ ഒപ്പം നന്ദ പോയി നിൽക്കരുത്, അവരൊന്നാവരുത്, നന്ദ ഇവിടെ നിൽക്കണം, ഗൗതം അവിടെ നിൽക്കണം, ആ ഒരു ചിന്തയാ പിങ്കിയുടെ ഉള്ളിൽ. അപ്പം അരുന്ധതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയ്ക്ക് പിന്നെയും വിഷമമായി. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും ഏട്ടത്തി,
ഗൗതത്തിന്റെ കൂടെ നന്ദ പോയി നിന്നാ എന്നാ കുഴപ്പം? അല്ല, നന്ദയ്ക്ക് ഇവിടെ നിന്നാ എന്താ കുഴപ്പം? ഇടയ്ക്ക് ഗൗതം അങ്ങോട്ട് വരുമല്ലോ, പിന്നെ എന്നാ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ വഴക്കും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൗതത്തിന്റെ ട്രാൻസ്ഫറിന്റെ പേരിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കും എന്തോ. ഇനിയിപ്പോ പിങ്കി ഇനിയിപ്പം എന്തേലും അടുത്ത പരിപാടിയും പ്ലാനുകളായിട്ട് എത്തുമോ, അതോ ഇനിയിപ്പോ അർജുനുണ്ട് അവിടെ. അർജുന് പിങ്കിയുടെ പരിപാടികളൊക്കെ ഏകദേശം പൊളിച്ചെടുക്കും. കാരണം പിങ്കിയുടെ മനസ്സ് നന്നായിട്ട് അർജുന് മനസ്സിലായിട്ടുണ്ട് അവൾ ഏത് റൂട്ടിലാ പോണേന്നൊക്കെ. നന്ദയും ഗൗതം തമ്മിലുള്ള സ്നേഹം കണ്ട് പിങ്കിക്ക് സഹിക്കുന്നില്ല എന്ന് അറിയാം. അപ്പൊ അവരെ തമ്മില് ഒന്ന് വഴക്കടിപ്പിക്കാണ്ട് മാക്സിമം പിങ്കി ശ്രമിക്കൂന്ന് അറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അർജുൻ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.